ലോകത്ത് നിന്ന് നാട്ടിലെത്തിയവർക്ക് കൈത്താങ്ങായി സംസ്ഥാന സർക്കാർ. നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കുന്ന നടപടിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് കൈത്താങ്ങാകുന്ന സ്ഥാപനങ്ങൾക്ക് 100 ദിവസത്തെ ശമ്പളത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാർ നൽകും. നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ നെയിം എന്നാണ് പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിനാണ് പദ്ധതിയുടെ മേൽനോട്ടം. നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്കാണ് ശമ്പളത്തിലെ ഒരു വിഹിതം വിതരണം ചെയ്യുക. ഒരു വർഷം പരമാവധി 100 തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതമാണ് സർക്കാർ നൽകുന്നത്. പ്രതിദിനം പരമാവധി 400 രൂപ വരെ ഇങ്ങനെ നൽകും. ഒരു സ്ഥാപനത്തിൽ പരമാവധി 50 തൊഴിലാളികൾക്കായിരിക്കും ശമ്പള വിഹിതം അനുവദിക്കുക. ഓട്ടോമൊബൈൽ, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ സംരംഭങ്ങൾക്കായിരിക്കും നെയിം പദ്ധതിയുടെ ആനുകൂല്യം ആദ്യഘട്ടത്തിൽ ലഭിക്കുക. സഹകരണ സ്ഥാപനങ്ങൾ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ്, LLP കമ്പനികൾ, അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് പദ്ധതിയിൽ ഭാഗമാകാം. നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ എടുത്ത തൊഴിൽദാതാവിനാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക. നിബന്ധനകൾ പൂർത്തിയാക്കിയ ശേഷം തൊഴിൽദാതാവിന് ക്ലെയിം സമർപ്പിക്കാം. ഓരോ 3 മാസത്തിലും 25 ദിവസം എന്ന രീതിയിലായിരിക്കും ശമ്പള വിഹിതം വിതരണം ചെയ്യുക. അതേസമയം തൊഴിൽദാതാവിന് മാത്രമല്ല തൊഴിലാളികൾക്കും പദ്ധതിയുടെ ഭാഗമാവാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ അധികമുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കില്ല. നോർക്ക റൂട്ട്സിന്റെ അംഗീകാരം ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കുമാണ് പദ്ധതിയുടെ ആനുകൂല്യം ഉണ്ടായിരിക്കുക. ജീവനക്കാരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വേതനം കൈമാറുന്ന തൊഴിൽ ഉടമകൾക്ക് മാത്രമായി ആനുകൂല്യം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 2 വർഷമെങ്കിലും പ്രവാസ ലോകത്ത് ജോലിയെടുത്തവരായിരിക്കണം തൊഴിലാളികൾ. തൊഴിൽ വിസ ഇല്ലാത്തവരോ തിരികെ എത്തിയിട്ട് 6 മാസം കഴിഞ്ഞവരോ ആയ 25നും 70നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡങ്ങൾ ബാധകമല്ല. എന്നാൽ തൊഴിലിന്റെ സ്വഭാവമനുസരിച്ചുള്ള യോഗ്യത ആവശ്യമാണ്. പ്രവാസി സഹകരണ സംഘങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ 90% അംഗങ്ങൾ പ്രവാസി മലയാളികൾ ആയിരിക്കണമെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട്. അതേസമയം സൗദിയിൽ നിന്നുള്ള ഒരു ആശ്വാസ വാർത്തയാണ് സൗദിക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് അവരുടെ താമസ രേഖയായ ഇഖാമ പുതുക്കാൻ സാധിക്കുമെന്നത്. ഇഖാമ പുതുക്കാൻ സൗദിയിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. പ്രവാസികളുടെ ആശ്രിതരുടെയും വീട്ടുജോലി ചെയ്യുന്നവരുടെയും ഇഖാമ അവർ സൗദിക്ക് പുറത്താണെങ്കിലും പുതുക്കാൻ സാധിക്കുമെന്നാണ് അറിയിപ്പ്. സൗദിക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് അവരുടെ എക്സിറ്റ് റീ എൻട്രി വിസയുടെ കാലാവധി നീട്ടാനും സാധിക്കും. സൗദിയിലില്ലെങ്കിലും ഇഖാമയും വിസയും പുതുക്കാനും കാലാവധി നീട്ടാനും സാധിക്കുന്നത് പ്രവാസികൾക്ക് നേട്ടമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷീർ മുഖീം പോർട്ടൽ വഴിയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. ആവശ്യമായ ഫീസ് അടച്ച ശേഷം പോർട്ടൽ വഴി ഓൺലൈനിൽ ഇഖാമ പുതുക്കാം. അടുത്തിടെ ബന്ധപ്പെട്ട നടപടികളുടെ ഫീസ് സൗദി അറേബ്യ അപ്ഡേറ്റ് ചെയ്തിരുന്നു. വിദേശികളെ കൂടുതലായി ആകർഷിക്കാൻ ശ്രമിക്കുന്ന സൗദി ഇനിയും പ്രവാസി സൗഹൃദ ചട്ടങ്ങൾ കൊണ്ടുവന്നേക്കും. സൗദിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ.